ഹലോ, ഇന്ന് നമുക്കൊരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഐഡിയ നോക്കാം. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വളരെ ചിലവ് കുറഞ്ഞതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതുമായ ഒരു റോസ് ഫ്ലവർ ബക്കറ്റിന്റെ DIY വീഡിയോയാണ്. കുറച്ച് പേപ്പറുകൾ മാത്രം മതി ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേഗം ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു പേപ്പർ ബോക്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഫെവിക്വിക്ക് വെച്ചിട്ടും അതിനുശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ ഗ്ലാസിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാകും ഈ ഒരു ബക്കറ്റിന്. ഇനി നമുക്കത് അത്യാവശ്യമാണെങ്കിൽ മാത്രം പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഗ്ലാസ് പെയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്ന് ഉണങ്ങി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു കളർഡ് ഷീറ്റ് എടുത്തതിന് ശേഷം ചെറുതാക്കി നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അത് ഇതുപോലെ രണ്ട് വശം മാത്രം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നേരിയതായിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസാപ്പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പേപ്പർ കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒന്നുകൂടി കാണിക്കാം. ഒരു പേപ്പർ പീസ് എടുത്ത് രണ്ട് ഭാഗവും മടക്കിയ ശേഷം ഇതുപോലെ ഒരറ്റത്തുനിന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇളം പച്ച നിറത്തിലുള്ള പേപ്പറാണ്. അത് ഇതുപോലെ ചെറുതായി മടക്കിയതിന് ശേഷം ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മുറിക്കാം കേട്ടോ. അതിനുശേഷം അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയും തണ്ടും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ അതിൽ ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ ആ തണ്ട് ഭാഗം ഒന്ന് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ആക്രിലിക് ഷീറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ഫ്ലവറും ഇതിൽ വെച്ചിട്ടൊന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ഞാൻ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ബക്കറ്റിലോട്ട് ഇനി ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് എല്ലാം ബക്കറ്റിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗിഫ്റ്റ് പേപ്പർ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മുടെ ഫ്ലവർ ബക്കറ്റ് റാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ഗിഫ്റ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കുറച്ചുകൂടെ ഒന്ന് റൊമാൻറ്റിക് ആകാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഐഡിയ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.